ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവേമിയാസ് വേൾഡ്. അവേമിയാസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ കാണുന്ന ആളെ വെച്ചിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. കാന്താരി മുളക്. അതേ, ആഫ്രിക്കയിലൊക്കെ ഒത്തിരി കാന്താരി മുളകൊക്കെ അവൈലബിൾ ആട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാന്താരി മുളക് പറിച്ചിട്ട് കാന്താരി മുളക് കൊണ്ടുള്ള ഒരു കറി, അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പുളിയിഞ്ചി ആ കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതൊന്ന് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കാന്താരി മുളകിൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇലകളും കളയണം. കൂടാതെ ഈ ഓരോ കാന്താരി മുളകിൻ്റെ തുമ്പും ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ കഴുകി വെച്ച കാന്താരി മുളക് നമുക്ക് ഇതിൻ്റെ തുമ്പ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കറിയുടെ എല്ലാ ചേരുവകളും അതിൽ നന്നായി പിടിച്ചോളും. ഓക്കെ, അപ്പം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ആ പുളിയിൽ കുറച്ച് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. ഇതിങ്ങനെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ കൈ കൊണ്ടിട്ട് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇനി കുക്കിംഗ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ, ഞാൻ 6 ചുവന്നുള്ളിയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി ചുവന്നുള്ളി ഇല്ലാത്തവർക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക, നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ വളരെ കുഞ്ഞായിട്ട്, മാക്സിമം കുഞ്ഞായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. ഒരു ചെറിയൊരു പീസ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ കിട്ടാവുന്ന രീതിയിൽ ഒരു കുഞ്ഞ് ഇഞ്ചിയുടെ പീസ് എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 ചെറിയ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വേപ്പില, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കായപ്പൊടി ആവശ്യത്തിന്, കടുക് എടുക്കുക, 3-4 ഉലുവ. ഇനി പൊടികളുടെ സെക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് ആവശ്യമായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഏകദേശം 2.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കുക്ക് ചെയ്യുന്ന ടൈമിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും പിന്നെ ബാക്കിയുള്ള കൂട്ടുകളൊക്കെ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു 10-30 കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തുമ്പ് ഇതുപോലെ ചെറുതായിട്ട് കണ്ടോ, തുമ്പ് കട്ട് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ പുളിയും ഒക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശർക്കര പാനി ആട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് ശർക്കര പാനി അവൈലബിൾ ആണ്. അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു. അല്ലാത്ത ഉള്ളവർക്ക് ശർക്കര നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ പാനി എടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്, ശർക്കര പാനി. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. മൺചട്ടി എടുത്ത് വയ്ക്കാം. ഒരു ചെറിയ ചട്ടിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മൺചട്ടി അത് നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു കുറച്ച് പേരിന് ഉലുവ ഇത്ര ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊട്ടട്ടെ.
ഇതാ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ ചുവന്നുള്ളി പിന്നെ വേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ടേസ്റ്റ് നോക്കാം. ഇതാ നമ്മളുടെ ചുവന്നുള്ളി ഒരുവിധം വഴണ്ട് വരുന്ന ടൈമിൽ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാന്താരി മുളക് ഇതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കാന്താരി മുളകിൻ്റെ ആ പച്ച കളറൊന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാന്താരി മുളക് ഇതിപ്പോൾ അത്യാവശ്യം കളറൊക്കെ മാറി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള ഈ പൊടികളില്ലേ, ഈ പൊടിയുടെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും കാന്താരി മുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ടല്ലോ, പിന്നെ ഇതിന് ഇത്രയും മുളക് ആഡ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് എരിവും വേണം, പുളിയും വേണം, മധുരം വേണം. ഈ കറിയുടെ ഫൈനൽ റിസൾട്ട് അതായിരിക്കും. ഈ മൂന്നിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ ആ കലക്കി വെച്ചതിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് മുരിച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കറി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിത് ശർക്കര പാനി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനിയായിട്ട് നല്ല മധുരമുണ്ട്. അത് കാരണമാണ് ഞാൻ ഇത്ര എടുക്കുന്നത്. നല്ല ആവശ്യത്തിന് മധുരമുണ്ട്. ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാമല്ലോ. ഇത് ആഡ് ചെയ്യാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല തിള വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഈ കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇത്ര മതി. ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നമ്മുടെ ഇഞ്ചിക്കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മൺചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടിലിരുന്ന് ആവശ്യത്തിനുള്ള ആ ഒരു തിക്കായിട്ട് വന്നിരിക്കും. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. നമ്മളുടെ കറി ഇപ്പോൾ നന്നായിട്ട് കുറുകി കണ്ടോ. ഇതാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. നോക്കി, നമ്മളെ പുളിയിഞ്ചീര പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നിങ്ങളിത് കുറച്ചിട്ട് കഴിച്ചാൽ മതി. നല്ല കളറുണ്ട്. നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ വീടുകളിലൊന്ന് ട്രൈ ചെയ്യണം. ഈ ഒരു ഡിഷ് എനിക്ക് പ്രത്യേകിച്ച് എന്നെ പഠിപ്പിച്ച് തന്നതും ഞാൻ ആദ്യമായിട്ട് കഴിച്ചു നോക്കിയതും ഞങ്ങളുടെ ബേബി അമ്മ ഉണ്ടാക്കി തന്നിട്ടാണ്. അമ്മയുടെ ഡിഷസ് എന്ന് പറയുന്നതിന് വേറൊന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ബിൻസി സതീഷ് സൈനിങ് ഓഫ്.